ഒരു സെൻ ഗുരുവിൻ്റെ അടുത്ത് ഒരു ദരിദ്രനായ കൃഷിക്കാരൻ വന്നിട്ട് പറഞ്ഞു, എൻ്റെ കയ്യിൽ കുറച്ച് അരിയുണ്ട്, അത് ഞാൻ അങ്ങേക്ക് നൽകാനാണ് വന്നിരിക്കുന്നത്. അങ്ങ് എന്നിൽ നിന്ന് ഇത് സ്വീകരിക്കണം. ഗുരു പറഞ്ഞു, ഈ ഒരു പിടി അരി സ്വർണത്തേക്കാൾ വിലയുണ്ട്. നീ ഹൃദയം കൊണ്ടാണ് എനിക്ക് നൽകുന്നത്. ഗുരു ശിഷ്യന്മാരോട് പറഞ്ഞു, നൽകുന്ന സമ്മാനത്തിൻ്റെ വലുപ്പത്തിലല്ല, അതിൽ നിറയുന്ന സ്നേഹത്തിനാണ് കരുണ. കരുണ ശക്തി കൊണ്ടോ സമ്പത്ത് കൊണ്ടോ അളക്കാൻ കഴിയില്ലേ. ഒരാളുടെ ഹൃദയത്തിൽ നിന്നുണ്ടാകുന്ന പ്രവൃത്തി അളവില്ലാത്ത കരുണയാണ്. കരുണ യഥാർത്ഥ പ്രകൃതമാണ്, ഒരാളുടെ സ്വഭാവമാണ്. മനസ്സ് ശാന്തമാകുമ്പോഴാണ് ഇത് അറിയാൻ കഴിയുന്നത്. മറ്റുള്ളവർക്ക് എന്തെങ്കിലും ചെയ്യുന്നത് മാത്രമല്ല കരുണ, അവർക്കൊപ്പം ചേർന്ന് നിൽക്കുന്നതാണ്, അവരോടൊപ്പം ഉണ്ടാകുന്നതാണ് യഥാർത്ഥ കരുണ. കരുണ മനുഷ്യരോട് മാത്രമല്ല, ഭൂമിയോടും അതിൽ വസിക്കുന്ന മരങ്ങളോടും ചെടികളോടും മൃഗങ്ങളോടും പക്ഷികളോടും കീടങ്ങളോടും സർവ്വ ജീവജാലങ്ങളോടും തോന്നുന്ന അളവില്ലാത്ത സ്നേഹമാണ് കരുണ. സർവ്വ ജീവജാലങ്ങൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ കരുണയിൽ ജീവിക്കുന്ന ഒരാൾ അയാളുടെ പ്രശ്നമായിട്ട് കാണുന്നു. അയാൾക്കെങ്ങനെയാണോ അയാൾ കരുതൽ നൽകുന്നത്, അതേപോലെ സർവ്വ ജീവജാലങ്ങൾക്കും ഈ കരുതൽ നൽകുന്നു. മൗനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും നിശബ്ദ സാന്നിധ്യമാണ് കരുണ. കരുണ സൂര്യനെ പോലെയാണ്. സൂര്യൻ്റെ പ്രകാശവും ചൂടും സർവ്വ ജീവജാലങ്ങൾക്കും കിട്ടുന്നു. ഒരിക്കൽ ഒരു സെൻ ഗുരുവും ശിഷ്യന്മാരും കൂടി നടന്നു പോവുകയായിരുന്നു. ആ സമയത്ത് മദ്യപിച്ച് ബോധം കെട്ട ഒരാൾ വഴിയരികിൽ കിടക്കുന്നത് കണ്ടു. ഗുരു ഇദ്ദേഹത്തെയും കൊണ്ട് ഒരു മരത്തിൻ്റെ ചുവട്ടിലേക്ക് കൊണ്ട് ചെന്നു. കയ്യിലുള്ള വസ്ത്രം കൊണ്ട് അയാളെ പുതപ്പിച്ചു. ഇത് കണ്ട ശിഷ്യൻ ചോദിച്ചു, എന്തിനാണ് ഗുരു അങ്ങിത് ചെയ്യുന്നത്? അയാൾ മദ്യപിച്ചിട്ടല്ലേ കിടക്കുന്നത്? നമ്മൾ അയാളെ സഹായിക്കണോ? ഗുരു പറഞ്ഞു, കരുണ സൂര്യനെ പോലെയാണ്. സൂര്യൻ ഒരു ക്ഷേത്രത്തിന് പ്രകാശവും അതിൻ്റെ ചൂടും നൽകുന്നുണ്ട്. അതേസമയത്ത് മദ്യശാലക്കും ചൂടും പ്രകാശവും സൂര്യൻ നൽകുന്നുണ്ട്. ഒരാൾ കരുണയിൽ ജീവിക്കുമ്പോഴാണ് അർഹതപ്പെട്ടവന് മാത്രമല്ല അയാളുടെ സ്നേഹം നൽകുന്നത്, സർവ്വ ജീവജാലങ്ങൾക്കും അയാൾ അത് നൽകുന്നു. കരുണയിൽ ഒരാൾ ജീവിക്കാൻ തുടങ്ങുമ്പോഴാണ് അയാൾ പരമമായിട്ടുള്ള ആനന്ദം അനുഭവിക്കുന്നത്. അങ്ങനെ ജീവിക്കാനും അത് അനുഭവിക്കാനുമുള്ള ആ ഒരു സാഹചര്യങ്ങൾ കൊടുക്കണം. മനസ്സ് ശാന്തമാകുമ്പോഴാണ് കരുണ അറിയുന്നത്, അനുഭവിക്കുന്നത്. അപ്പോൾ മനസ്സിനെ ശാന്തമാക്കാനുള്ള സാഹചര്യങ്ങൾ കൊടുക്കണം.